ഇംഗ്ലീഷിൽ നമ്മുടെ മലയാളം പാട്ട് പറയും. അത് ഏത് മലയാളം പാട്ടാണെന്ന് കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ഈ ചാനലിൽ നമ്മൾ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സിബി കപ്പിൾ വ്ലോഗ്സ്. ഓക്കെ, തമ്മിൽ കാണും നേരം ചേരുവാനോ ഉള്ളിൽ പൂക്കും. അപ്പോൾ കുറെ കാലത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. സിബി കപ്പിളിന്റെ ചാനൽ ഇടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ എടുക്കുന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരുടെയും ചാനൽ എന്തെങ്കിലുമൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു. അപ്പോഴത്തേക്ക് സിബി എന്തായാലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തെങ്കിലുമൊക്കെ ആയിരുന്നു. ഒന്നും ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ സിബിയുടെ ചാനൽ എന്തായാലും അത്യാവശ്യം ഒരു നിലയിലെത്തിയിരിക്കുന്നത് കൊണ്ട് അതിനെ എങ്ങോട്ടൊന്ന് നീക്കി വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ചാനൽ ഫോക്കസ് ചെയ്യാൻ പോയതാണ്. പക്ഷെ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ എന്തായാലും തിരിച്ചു വന്നാലേ പറ്റുള്ളൂ, ഇല്ലേ? അത്യാവശ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ പോലെ വൺ സക്സസിൽ നിന്നൊന്നും അല്ലാട്ട് അതിന്റെ അർത്ഥം. മറ്റേതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിവേസ്, യാ, അപ്പൊ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്. അപ്പോ എനിക്കാണെങ്കിൽ പാട്ടുമായിട്ട് ഒരു ബന്ധമില്ല, കേൾക്കാൻ അറിയുന്നല്ലാതെ പാട്ടിനെ കുറിച്ച് അത് കേൾക്കുന്നത് മറ്റേ ഇങ്ങനെ ഇടിച്ചിടിച്ച് പോണ കുറെ പാട്ടാണെന്നുണ്ടെങ്കിൽ അവൻ കേൾക്കും, അല്ലാതെ ഒന്നും കേൾക്കത്തുമില്ല. എനിക്ക് അങ്ങനത്തെ പാട്ടാ ഇഷ്ടം. നിനക്ക് ഇഷ്ടമുള്ള പാട്ട് നീ കേൾക്കുക, എനിക്ക് ഇഷ്ടമുള്ള പാട്ട് ഞാൻ കേൾക്കാം. ഓക്കെ, അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരും 5 പാട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ 5 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മലയാളം പാട്ടുകളാണ്. മലയാളം തന്നെ അല്ലേ? മലയാളം പാട്ടുകളാണ്. അതിന്റെ ഇംഗ്ലീഷിലെ ട്രാൻസ്ലേറ്റഡ് ലിറിക്സ് ഞാൻ വായിക്കും. ബിബി എന്റെ മലയാളം പാട്ട് കണ്ടുപിടിക്കണം. അതായത് ഒന്നുമില്ല, ഇംഗ്ലീഷിൽ നമ്മുടെ മലയാളം പാട്ട് പറയും. അത് ഏത് മലയാളം പാട്ടാണെന്ന് കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അതിനെ പറ്റിയിട്ടാണ്. സോ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂടുന്ന കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വെൽക്കം ബാക്ക് ടു സിബി കപ്പിൾ വ്ലോഗ്സ്. അപ്പൊ തുടങ്ങാം. ആര് തുടങ്ങും? നീ തുടങ്ങും, ഞാൻ തുടങ്ങണോ? ഞാൻ തുടങ്ങാം. ഫസ്റ്റ്, the wind came and told the air, you are mine only. Still breath, will the grass kill you? I will seek my silence and music. ഒന്നുകൂടെ വായിച്ചേ. The wind came and told the air, you are mine only. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണ്, എനിക്ക് എന്നെ ഒന്നും പറയരുത്. എന്താണ്? സ്റ്റീൽ സ്ട്രെങ്ത്, will the grass kill you? I will seek my silence, music. ഇത് ഞാൻ ഒരു ക്ലൂ തരാം. നിനക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാ. കാറ്റ് മൂളിയോ പ്രണയം, അയ്യത്തോ, കാറ്റേ കാറ്റേ നീ പൂങ്കാവേ. അങ്ങനെയാണെങ്കിൽ കാറ്റ് വെച്ചിട്ടുള്ള എല്ലാ പാട്ടും പറയാലോ. അത് പറ്റൂല. പറയുവാണെങ്കിൽ 1 or 2 അതേ പറ്റുള്ളൂ. ഇപ്പൊ 2 ചാൻസ് കഴിഞ്ഞു, ലാസ്റ്റ് ചാൻസ് ആണ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. നമ്മൾ ഇംഗ്ലീഷ് ഒന്നും അല്ലടേ, അതുകൊണ്ട് പിന്നെ വെറുതെ കഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഇട്ട് കൊടുത്തു. എനിക്ക് അറിഞ്ഞൂടാ, പറ. കാറ്റ് വന്ന് അവനെ അറിയില്ല. ഈ കാറ്റ് വന്ന് കാതിൽ പറഞ്ഞു, നീ എന്നും എന്റേത് മാത്രം. സ്റ്റീലൊക്കെ എങ്ങനെയാ വന്നത്? ഉരുക്കുമേൻ നിശ്വാസം. അതിന് അവരിട്ടേക്കണ സാധനം. ഉരുകുമേൻ നിശ്വാസം. നീ പോയി ഗൂഗിളിൽ പറഞ്ഞ് മനസ്സിലാക്കി. എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. ഇത് ശരിയല്ല, അത് കൂട്ടിയിട്ടില്ല. അല്ല, ഫസ്റ്റ് 2 ലൈനും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതിൽ 1 തെറ്റുള്ളൂ. അപ്പൊ 0-0. ഓക്കെ, ഞാൻ പറയാം അടുത്തത്. യു റിസൈഡ് ഇൻ മൈ ലവിങ് ഹാർട്ട്, ഐ വിൽ ഗിവ് യു ദി എൻഡ് ഓഫ് ലവ്. അല്ല, സോറി, ആദ്യം തൊട്ട് വയ്ക്കവേ. ഫ്ലവർ ഫ്ലവർ മെനി ഫ്ലവേഴ്സ്, യു റിസൈഡ് ഇൻ മൈ ലവിങ് ഹാർട്ട്, ഐ വിൽ ഗിവ് യു ദി എൻഡ് ഓഫ് ലവ്, ഐ വിൽ ഗിവ് യു ദി എൻഡിങ്, ഐ bow to the sky, I have fallen into a deep dream. 2-3 വരി പറയടാ തുടക്കത്തില്. മലയാള പാട്ട് തന്നെയാണോ ഇത്? അതെ. ഫ്ലവർ ഫ്ലവർ പൂവേ പൂവേ പാലപ്പൂവേ. ഓക്കെ, 1-0. പക്ഷെ അതില് ആ സൈഡ് തെറ്റായിരുന്നല്ലോ. പൂവേ പൂവേ പാലപ്പൂവിന് എന്താ പറഞ്ഞത്? അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് തന്നെ, നീ എടുത്തത്. ഇത് നീ കണ്ടുപിടിക്കും മോളെ. 0-1. A broken shirt, broken dhoti era, my blossom clever girl, you are the one who was shaking, you are the one who was shaking. എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാ.
ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നം ആക്ച്വലി ഇതിനുണ്ട്. പക്ഷെ എന്നാലും ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്ന സാധനമുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞേ. ആ ബ്രോക്കൺ ഷർട്ട്, ധോത്തിയറ, മൈ ബ്ലോസം, ക്ലെവർ ഗേൾ, യു ആർ ദ വൺ ഹൂ വാസ് ഷേക്കിംഗ്, യു ആർ ദ വൺ ഹൂ വാസ് ഷേക്കിംഗ്. എന്നെ രസമല്ലേ, വയലാർ എഴുതോ ഇതുപോലെ വരികള്. ബ്രോക്കൺ ഷർട്ട് നോക്കിയോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ പാട്ടുകളൊന്നും നിനക്ക് ഗസ് പോലും അടിക്കാൻ പറ്റില്ല. ഒടിഞ്ഞ ഷർട്ട്, ഒടിഞ്ഞ വസ്ത്രവും, ഒടിഞ്ഞ ഷർട്ടിന്റെ ഷർട്ട് എന്ന് പറയുമ്പോ ഷർട്ടായിട്ട് ചിന്തിക്കരുത്, തുണി. അങ്ങനെ ആലോചിച്ച് നോക്ക്. അപ്പൊ ധോത്തിയാ? ധോത്തി തന്നെയല്ലേ, അത് എടുത്തു പറഞ്ഞല്ലോ. അറിയില്ല, അറിയണ. ഒന്നും കൂടെ ആലോചിച്ച് നോക്ക്, ഞാൻ ഒരു ക്ലൂ തരാം. നെപ്പോട്ടിസം. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ നെപ്പോട്ടിസം എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. അറിയില്ല, അറിയില്ല. ധ്യാൻ ശ്രീനിവാസന്റെ ഫസ്റ്റ് ഡയറക്ഷനിൽ ഇറങ്ങിയ ലവ് ആക്ഷൻ ഡ്രാമയിലെ കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണ് നീ. ഭീകരം. അപ്പൊ 0-1 ഞാൻ ജയിച്ചേ കളി. ഇനി എന്തിനാണ്? ചൈം സ്മോൾ സ്പാർക്ക്. ചൈമോ? ചൈം എന്ന് പറഞ്ഞ ചൈം സ്മോൾ സ്പാർക്ക്. മിന്നി തിളങ്ങണ വാരൊളിക്കണ്ണനക്ക്. ഈ പട്ടി ഇതെല്ലാം കണ്ടുപിടിക്കണല്ലേ. നീ പോ, ഇറങ്ങിപ്പോ. അതിന്റെ ഗൂഗിൾ ട്രാൻസ്ലേറ്റിന്റെ ലിറിക്സ് ആണ് ഗൈസ്. ചൈം സ്മോൾ സ്പാർക്ക് ടു ദ ലൈറ്റ്നിങ് ലൈക്ക് ഐസ്, ഗോൾഡൻ ഷവർ ട്രീ ബ്ലൂംഡ് ഡ്രീം, ടു ദ ലിറ്റിൽ സിസ്റ്റർ ഡാൻസിങ്, see the elder brother, തെയ്യം will be forgotten, look silver pot overflowing. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. എന്തായാലും ഞാൻ പറഞ്ഞ 2-0. ഇനിയാണ് നിനക്ക് പറയാൻ പറ്റുന്ന ഒരു സോങ്. യു ആർ ലുക്കിംഗ് ഫോർ യുവർ സെൽഫ് ഗേൾ, യു നോ യുവർ സെൽഫ്, യു നോ യു ആർ ബ്ലൂമിംഗ് ലൈക്ക് എ ലൈറ്റ്നിങ് ഫ്ലവർ. യു ആർ ലുക്കിംഗ് ഫോർ യുവർ സെൽഫ് ഗേൾ. ഇത് ശരിക്കും അതിലേക്ക് മാറ്റിയാൽ കിട്ടും. യു നോ യുവർ സെൽഫ്, യു നോ യു ആർ ബ്ലൂമിംഗ് ലൈക്ക് എ ലൈറ്റ്നിങ് ഫ്ലവർ. ക്ലൂ തരാം. 2 അത് അത്ര ക്ലൂ തരാൻ പറ്റുള്ളൂ. You mean happy? അതിപ്പത്തെ നിന്റെ അവസ്ഥ. തോറ്റല്ല. പറ. സിനിമ പറയട്ടെ എന്നാ. 2 countries. എടി അതില് കഴിഞ്ഞ ഞാൻ പറയണേ. തന്നെ തിരയുന്നോ പെണ്ണെ, തന്നെ അറിയാമോ നിന്നെ. അതിങ്ങനെയല്ല പാടണത്. എനിക്ക് ആ പാട്ട് അല്ലെങ്കിലേ പാടാൻ അറിയില്ല. ഗോപി സുന്ദറിന്റെ എനിക്ക് ആ പാട്ട് തന്നെ അറിയില്ല. തന്നെ തിരയുന്നോ പെണ്ണെ, തന്നെ അറിയുന്നോ നിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടില്ലേ, നല്ല പാട്ടാ. ഗോപി സുന്ദറിന്റെ അല്ലേ? അല്ലേ? ആണ്. ഞാൻ അടുത്ത് ചോദിക്കട്ടെ. Submerged in the yellow, the Danu month moon has come, but I couldn't see you, only you haven't come, oh beloved bird. മഞ്ഞ കിളിയുടെ മൂളിപ്പാട്ടാണോ? ഒന്നുകൂടെ ഫസ്റ്റ് ലൈൻ പറഞ്ഞേ. Submerged in the yellow, the Danu month moon has arrived. ഞാൻ എടുത്ത എല്ലാം എളുപ്പമാണ്, എല്ലാം പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ആദ്യത്തെ വരി കേൾക്കുമ്പോഴേ മനസ്സിലാവും. അല്ല, ഇത് പക്ഷെ എനിക്ക് അറിയാൻ തോന്നുന്നു, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. സമ്മർജ്ഡ് ഇൻ യെല്ലോ. മഞ്ഞയിൽ മുങ്ങിക്കുളിച്ചോ? മഞ്ഞിൽ മുങ്ങിക്കുളിച്ച, അതാണ്. അങ്ങനെ പാട്ടില്ല. മുങ്ങിക്കുളിച്ച അങ്ങനെ ഉണ്ടാ? മുങ്ങിക്കുളിച്ചൊന്നുമില്ല. മുങ്ങി
മഞ്ഞിൽ മുങ്ങി അങ്ങനെയാണോ? ആ മഞ്ഞ് മുങ്ങി. മഞ്ഞിൽ മുങ്ങി എനിക്കറിയില്ല, തോറ്റു. മഞ്ഞിലയിൽ മുങ്ങി തോർത്തി ധനുമാസ. അയ്യേ, ഇതെനിക്ക് അറിയാവുന്ന പാട്ടായിരുന്നു. അവസാനത്ത് ഇതിനകത്ത് ചകോരി ബേർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അയ്യേ പറയരുത്, അത് പറഞ്ഞാൽ എളുപ്പത്തിൽ കിട്ടും. ഇതെങ്കിലും കിട്ടാതിരിക്കട്ടെ എന്ന് വിചാരിച്ചത്. വേണം പറഞ്ഞോട് ചോദിക്കാം. ഒന്നും കൂടെ നിനക്ക് ജയിക്കാൻ പറ്റുമെങ്കിൽ നീ ചോദിക്കും, നോക്കാം. എന്നാലും നീ ജയിക്കില്ലല്ലോ, നീ ഞാൻ ചോദിച്ചാലേ ജയിക്കുള്ളൂ. കുഴപ്പമില്ല. പീകോക്ക് വിത്ത് എ റൂബി ഫെദർ, a talking bird with a beak, a group came and went, some became a forest, some became a crowd. ചിലർ കാടായി ചിലർ മരമായി. Some came to see a forest, some became a ഫസ്റ്റ് ലൈൻ crowd. പറ. Peacock with a ruby feather. പീകോക്ക് വിത്ത് മയിലാടും പാറ. പീകോക്ക് വിത്ത് റൂബി ഫെദർ. അങ്ങോട്ട് നോക്കിയിരിക്കും, ക്യാമറ അവിടെയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ക്യാമറയ്ക്ക് നോക്കുന്ന മയില് പീകോക്ക് വിത്ത് എ റൂബി ഫെദർ. എന്ത് തേങ്ങ എന്തോ തോറ്റില്ലേ? മാണിക്യച്ചിറകുള്ള മാറത്ത് കുറിയുള്ള. ഓ, മാണിക്യച്ചിറക്. പക്ഷെ അത് മാണിക്യച്ചിറകല്ലേ? മാണിക്യം ഇസ് ഡയമണ്ട്. പീകോക്ക് വിത്ത് എ റൂബി ഫെദർ. മാണിക്യം ഇസ് റൂബി. മാണിക്യം റൂബി. ഓക്കെ, പീകോക്ക് വിത്ത് എ റൂബി ഫെദർ. മാണിക്യച്ചിറകുള്ള മാറത്ത് കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി. അതിലെവിടെ മയിലെവിടെ? അവരെ പക്ഷി അവിടെ പറഞ്ഞേക്കുന്നത് പീകോക്ക് ആയിട്ടാണ്. സിമ്പിൾ. ഇത് ഡൈവേർട്ടിങ്, കംപ്ലീറ്റ് ഡൈവേർട്ട് കേട്ടോ. എന്തായാലും ഞാൻ ജയിച്ച്. ഗൈസ്, ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇംഗ്ലീഷിലുള്ള നിങ്ങളുടെ മലയാളം പാട്ട് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യും. മീൻസ് ഈ പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് നമ്മുടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത്. എന്തായാലും ഇവിടെ തോച്ചു. ഇവിടെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, CBD കുറേ കഴിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ എപ്പോൾ എങ്ങനെ എന്ത് ചലഞ്ച് വെച്ചാലും ഇവള് തോക്കും. ഇവള് തോക്കാനായി ജനിച്ചൊരു സാധനമാണ്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. യെസ് ഗൈസ്.